ഹലോ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ ട്രെൻഡി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ തൊടിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളതും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്ക്. ഈ റംസാനിന് തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയാലോ? നമ്മളിവിടെ 4 ഗ്ലാസ് ജ്യൂസിനുള്ള മെഷർമെൻ്റാണ് പറയുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി കുരു പെടാതെ നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് 5 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ മാവില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മാവിലയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെല്ലാവരും വിചാരിക്കും മാവില ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷെ നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത 4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബും ഇട്ട് കൊടുക്കാം. മാവില കൊണ്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ്. നല്ല വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്